ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ എൻക്ലക്സ് സാറിൻ്റെ വീഡിയോയിൽ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനും ഓപ്ഷൻസും ആണ്, പക്ഷേ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ദ നേഴ്സ് ഇസ് കെയറിംഗ് ഫോർ എ ക്ലയൻറ്റ് റിസീവിംഗ് കണ്ടിന്യൂസ് എൻട്രൽ ട്യൂബ് ഫീഡിങ്സ് ഹു ബിഗിൻസ് വോമിറ്റിംഗ്. സോ കണ്ടിന്യൂസ് ആയിട്ട് എൻട്രൽ ഫീഡിങ് പോയിക്കൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് ഷുഡ് ദ നേഴ്സ് ടേക്ക് ഫസ്റ്റ്? നേഴ്സ് ആദ്യം, അപ്പോൾ ഈ ഒരു വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നേഴ്സ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? സ്റ്റോപ്പ് ദ ട്യൂബ് ഫീഡിങ്, പ്രൊവൈഡ് ഓറൽ സെക്ഷനിങ്, പൊസിഷൻ ദ ക്ലയൻറ്റ് സൈഡ് ലൈൻ, നോട്ടിഫൈ ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ. ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പേഷ്യൻ്റെ ബോഡിയുടെ ഉള്ളിലോട്ട് എന്തെങ്കിലും പൊക്കോണ്ടിരിക്കുകയാണെങ്കിലോ, ലൈക്ക് ഇൻഫ്യൂഷൻസ്, മെഡിക്കേഷൻസ്, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫീഡിങ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊന്ന് ക്രിട്ടിക്കൽ തിങ്കിങ്, നമുക്കറിയാം എൻക്ലക്സ് സാർ എന്ന് പറയുന്നത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ ഫിസിയോളജി, അനാട്ടമി ഒന്നും പഠിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമാണ്, അല്ലേ? ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ആ സിറ്റുവേഷനോട് ചേർന്ന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അല്ല നമുക്ക് ബൈ ഹാർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. അപ്പോൾ ഇവിടെ ഒരു നേഴ്സ് എന്ന നിലയ്ക്ക് പേഷ്യൻ്റെ സേഫ്റ്റിയാണ് നമുക്ക് ഫസ്റ്റ്. അപ്പം നമ്മളൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിനെ അല്ല ആദ്യം ഇൻഫോം ചെയ്യേണ്ടത്, കാരണം അതിനു മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഓറൽ സെക്ഷനിങ്, ട്യൂബ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുക, സൈഡ് ലൈയിങ് പൊസിഷനിലാക്കുക എന്നൊക്കെ പറയുന്ന ഒരു നേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ, അല്ലേ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിനെ അവിടെ ഇൻഫോം ചെയ്തുകൊണ്ട്, ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ചെയ്തുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി നമുക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റില്ല. അപ്പം നമുക്ക് ആദ്യം നാലാമത്തെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, മനസ്സിലായല്ലോ അത് എന്തുകൊണ്ടാണ് എലിമിനേറ്റ് ചെയ്തെന്ന്? ഇനി നോക്കിയേ, ഇനി ഞാൻ പറഞ്ഞു ഒരു മെഡിക്കേഷൻ പേഷ്യൻ്റെ ബോഡിയിലുള്ളിലോട്ട് പോവാണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൈറ്റൽ സയൻസ് എവറി 15 മിനിറ്റ്സ് ചെക്ക് ചെയ്യും, അല്ലേ? അല്ലെങ്കിൽ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പേഷ്യൻ്റെ പെട്ടെന്ന് ഒരു അലർജിക് റിയാക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആദ്യം ചെയ്യുക? നമ്മൾ ആ അലർജി ട്രീറ്റ് ചെയ്യാനായിട്ട് മെഡിക്കേഷൻ കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആ ട്രാൻസ്ഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും, അല്ലേ? അപ്പോൾ കൊണ്ടിരിക്കുന്നതിൻ്റെ റിയാക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ എൻട്രൽ ഫീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ് വോമിറ്റിംഗ്. ഫീഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ്, അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ട്യൂബ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓറൽ സെക്ഷനിങ്, പിന്നെ ക്ലയൻറ്റിനെ സൈഡ് ലൈൻ ഒക്കെ ആക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ആദ്യം ഈ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാതെ നമ്മൾ ഓറൽ സെക്ഷനിങ്ങും പേഷ്യൻ്റെ പൊസിഷൻ മാറ്റിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻ പേഷ്യൻ്റ്, ആ പ്രൊസീജിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷനിൽ ആ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് എപ്പോഴും മൈൻഡിൽ വെക്കുക കേട്ടോ. അത് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഫീഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ് വോമിറ്റിംഗ് എന്നതുകൊണ്ടാണ് നമ്മളവിടെ അത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞത്. വളരെ സിമ്പിളാണ്, പക്ഷേ ഈ ഒരു പോയിന്റ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന പോയിന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.